ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസ് നടപടിക്കെതിരെ കോഴിക്കോട് IG ഓഫീസിലേക്ക് UDF പ്രതിഷേധം സംഘടിപ്പിച്ചു. എംപിയായ ഷാഫിയെ പോലീസ് ആക്രമിച്ച നടപടിക്കെതിരെ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയെ സമീപിക്കുമെന്ന് MK രാഘവൻ MP വ്യക്തമാക്കി. അതിനിടയിൽ പേരാമ്പ്രയിൽ പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്ന റൂറൽ SP-യുടെ വാദം കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യം കോൺഗ്രസ് പുറത്തുവിട്ടു. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസ് നടപടിക്കിടെ ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് IG ഓഫീസിലേക്ക് UDF പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ പ്രകടനമായി UDF പ്രവർത്തകർ ഓഫീസിനു മുൻപിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. സമരം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ച പോലീസുകാരെ ഡൽഹിയിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. എത്ര അതിക്രമം നടത്തിയാലും അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് മറച്ചുവെക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ശബരിമല ശാസ്താവിന്റെ അയ്യപ്പന്റെ സ്വർണ്ണപാളിക മോഷണം നടത്തിയ ആളുകൾ ചെമ്പാക്കി മാറ്റിയ സാഹചര്യം ആ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോലീസ് ബോധപൂർവമായി ഇന്നലെ അക്രമം അഴിച്ചുവിട്ടത്. MPമാരെ സംരക്ഷിക്കാനുള്ളതാണ് പാർലമെന്റിലെ പ്രിവിലേജ് കമ്മിറ്റി. നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. തുടർന്ന് സംസാരിച്ച T സിദ്ദിഖ് MLA കോഴിക്കോട് റൂറൽ SP KE ബൈജുവിനെതിരെ രൂക്ഷമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലാതെ പോലീസിന്റെ ലാത്തിയും പോലീസിന്റെ ഗ്രനേഡും പോലീസിന്റെ ടിയർ ഗ്യാസ് ഷെല്ലുകളുമായി DYFI CPIM ഗുണ്ടകളോടൊപ്പം ചേർന്ന് പേരാമ്പ്രയിൽ നടത്തിയ തേർവാഴ്ച ഇന്നലെ കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരെ ആ ആക്രമണത്തിന്റെ നീണ്ട ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതിനു പിന്നാലെയാണ് പ്രവർത്തകർ പോലീസിനെതിരെ തിരിഞ്ഞത്. ഇതോടെ പിരിഞ്ഞുപോയില്ലെങ്കിൽ ലാത്തിചാർജ് നടത്തുമെന്ന ബാനർ പോലീസ് ഉയർത്തി. അത് കണ്ട് UDF പ്രവർത്തകർ പോലീസിന് നേരെ കൂവി വിളിച്ചു. MK രാഘവൻ MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് UDF പ്രവർത്തകരെ ശാന്തരാക്കിയത്. പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടത്തിയിരുന്നില്ല എന്ന റൂറൽ SP KE ബൈജുവിന്റെ വാദം കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യവും കോൺഗ്രസ് പുറത്തുവിട്ടു. പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MPയെ KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP തുടങ്ങിയ നേതാക്കൾ സന്ദർശിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.